ട്രംപ് പറയുകയാണ്, ഞാൻ ഇന്ത്യയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പടമായി ഭിത്തിയെ കയറിയനെ. കാരണം എന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ആരംഭിച്ച നേരം ഒരുപാട് തവണ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ട്രംപേ സാറേ ഒന്ന് രക്ഷിക്കണം, സംഭവിക്കാം ഇന്ത്യ ആക്രമിച്ചാൽ ഒരു 2-3 കോടി ആളുകൾ മരിക്കും, അതുപോലെയാണ് ഇന്ത്യ അതിമാരകമായി ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ട്രംപ് സാർ ഒന്ന് ഇന്ത്യയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് പതിവ് പോലെ ട്രംപ് ആവർത്തിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇടപെട്ടു, അതുകൊണ്ട് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ജീവനോടെയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പരോക്ഷമായി ട്രംപ് സമ്മതിക്കുകയാണ്. പരോക്ഷമായിട്ടുള്ള, ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു, അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ്, കാരണം ഇന്ത്യ കൊല്ലുമായിരുന്നു. അപ്പോൾ വളരെ മുമ്പ് തന്നെ ഇന്ത്യ എടുത്ത ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് ഈ ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വന്നിരുന്നു. കാരണം പാകിസ്ഥാൻ എന്നും തലവേദനയാണ്. പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സർജിക്കൽ സ്ട്രൈക്കും ചില അടിയും കൊടുത്താൽ മാത്രം പോരാ. പാകിസ്ഥാന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഓർക്കും തോറും വിറയ്ക്കുന്ന, ചോര ഇറ്റു വീടുന്ന മറുപടി കൊടുക്കണം. അതിന് വേണ്ടത് പാകിസ്ഥാൻ്റെ നേതൃത്വത്തെ ഇല്ലാതാക്കുക. അസിമുനീർ, ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ നീങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്ന് ചില പ്രതിരോധ സൈറ്റുകളിലൊക്കെ വാർത്ത വന്നിരുന്നു. കാരണം അസിമുനീറാണ് ശരിക്കും പഹൽഗാം ഓപ്പറേഷൻ്റെ ആസൂത്രകൻ.